ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരെയും ഭക്തവത്സലനായ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ശിവപുരാണം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് സ്വാമി അദ്വൈതാനന്ദപുരി. പ്രസിദ്ധീകരണം ആർഷശ്രീ പബ്ലിഷിംഗ് കമ്പനി, തിരുവനന്തപുരം. ഓഡിയോ കൃഷ്ണകുമാരി. ഈ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്നവർ മറക്കാതെ ലൈക്ക് കൂടി ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം നമഃ ശിവായ. കാവേരിയുടെ കഥ. പണ്ട് കാലത്ത് ഒരിക്കൽ തെക്കേ ഇന്ത്യയിൽ കഠിനമായ വരൾച്ചയുണ്ടായി. അത്യുഗ്രനായ സൂര്യദേവൻ തപിച്ചു. അഗ്നിസ്ഫുലിംഗങ്ങൾ പോലെയുള്ള കിരണങ്ങൾ കൊണ്ട് ഭൂമിയെ വല്ലാത്ത അവസ്ഥയിലാക്കി. കഠിനമായ വേനൽ മൂലം ഭൂമി വറ്റി വരണ്ടു. പക്ഷിമൃഗാദികൾ ജലാംശമില്ലാത്തതിനാൽ ചത്തൊടുങ്ങി. മാനവജീവിതം ദുരിതപൂർണമായി തീർന്നു. പ്രാർത്ഥനകളും യാഗങ്ങളും ഒക്കെ നടത്തിയിട്ടും ഫലം കാണാതെ വന്നപ്പോൾ ഭൂമിദേവി തൻ്റെ അരുമ സന്താനങ്ങളുടെ ദയനീയ സ്ഥിതി കണ്ട് വിഷാദഗ്രസ്തയായി. സസ്യലതാദികളെല്ലാം അത്യുഗ്രമായ സൂര്യതാപത്താൽ കത്തിക്കരിഞ്ഞു. ഈ അവസ്ഥ തുടർന്നാൽ ഭൂമിയിൽ ജീവസ്പന്ദനം തന്നെ അവസാനിച്ചു പോകുമെന്നറിഞ്ഞ സജ്ജനങ്ങൾ അവരുടെ ദുഃഖം അഗസ്ത്യമുനിയെ അറിയിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ തങ്ങളുടെ നിവേദനം മുനിവര്യനെ അറിയിച്ചു. അല്ലയോ മുനിവര്യ, ഈ പ്രകൃതിയെ ബാധിച്ചിരിക്കുന്ന മഹാവിപത്ത് അങ്ങ് കാണുന്നില്ലേ? നിർദ്ദയമായ വിധത്തിൽ അർക്കദേവൻ തൻ്റെ കഠിനമായ താപത്താൽ ഭൂമിയെ ചുട്ടുപൊള്ളിക്കുകയാണ്. അതുമൂലം പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും നാമാവശേഷമാകുകയാണ്. ഈ കഠിന വരൾച്ച തുടർന്നാൽ അവശേഷിക്കുന്ന കുറച്ചു മനുഷ്യരും ചത്തൊടുങ്ങും. ജീവൻ്റെ സ്പന്ദനം തന്നെ നിലച്ചു പോകും. ഗുരുതരമായ ഈ ദയനീയ സ്ഥിതിയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങല്ലാതെ മറ്റാരാണുള്ളത്? പരമകാരുണ്യവാനായ മഹാപ്രഭോ, ത്രികാലജ്ഞാനിയായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണേ. അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ ഉപേക്ഷിക്കരുതേ. ജനഹൃദയങ്ങളുടെ വിലാപം കേട്ട തപോധനനായ അഗസ്ത്യമുനി ധ്യാനമുക്തനായി. അദ്ദേഹം തൻ്റെ മുന്നിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന എല്ലും തോലുമായ മനുഷ്യരെ ദർശിച്ചു. അവരുടെ രൂപങ്ങൾ തന്നെ നാടിനെ ബാധിച്ചിരിക്കുന്ന കൊടിയ വരൾച്ച മൂലം വന്നു ചേർന്ന ദാരിദ്ര്യത്തെ വെളിപ്പെടുത്തുന്നവയാണെന്ന് മുനീശ്വരൻ അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. അതിനാൽ സാന്ത്വന വാക്കുകൾ ആ മുനിവര്യൻ്റെ തിരുനാവിൽ നിന്നും പുറപ്പെട്ടു. ഹേ സജ്ജനങ്ങളെ, നിങ്ങളുടെ ദുഃഖത്തിൻ്റെ കാരണം നാം അറിയുന്നുണ്ട്. ജലം ലഭിക്കാത്തതിനാൽ നാടിനെ രൂക്ഷമായ ക്ഷാമം ഗ്രസിച്ചിരിക്കുകയാണ്. എത്രയും വേഗം നിങ്ങളുടെ ദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കുന്നതാണ്. അതിനാൽ എൻ്റെ വാക്കുകളിൽ വിശ്വസിച്ച് നിങ്ങൾ സമാധാനത്തോടെ മടങ്ങിപ്പോകണം. സന്താനങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുർഗതിയോർത്ത് ഭൂമിദേവിയും വിലപിക്കുകയാണ്. മുനീശ്വരൻ്റെ പ്രതീക്ഷാനിർഭരമായ വാക്കുകൾ സജ്ജനങ്ങളുടെ അകതാരിൽ ആശ്വാസത്തിൻ്റെ ഇളം തെന്നൽ വീശാൻ പര്യാപ്തമായി. അങ്ങനെ അവർ ശാന്തചിത്തരായി മടങ്ങി. ഉടൻ തന്നെ കാരുണ്യ ജ്യോതിസായ മുനീശ്വരൻ കൈലാസത്തിലേക്ക് യാത്ര തിരിച്ചു. അവിടെ ധ്യാനനിമഗ്നനായിരിക്കുന്ന ജഗൽപിതാവിനെ അദ്ദേഹം ദർശിച്ചു. ഭഗവാന്റെ ദർശന സൗഭാഗ്യം ലഭിച്ച മുനി ഭക്തി ആദര പുരസ്സരം അദ്ദേഹത്തെ സ്തുതിച്ചു. ഭക്തശിരോമണിയും പരബ്രഹ്മ തത്വജ്ഞാനിയുമായ അഗസ്ത്യമുനിയുടെ സ്തുതിയിൽ പൂർണ്ണ സംതൃപ്തനായ ശ്രീ പരമേശ്വരൻ തൻ്റെ നയനങ്ങൾ മെല്ലെ തുറന്നു. തൻ്റെ മുന്നിൽ തൊഴുകൈയോടെ നിലകൊള്ളുന്ന മുനിയുടെ നിസ്സീമമായ ഭക്തിഭാവം അറിഞ്ഞ ഭഗവാൻ സന്തോഷവാനായി.
ശിവഭഗവാൻ മുനിക്ക് ഇരിപ്പിടം നൽകി സ്വീകരിച്ചു. അനന്തരം അദ്ദേഹം മുനിയോട് ആരാഞ്ഞു, മുനിശ്രേഷ്ഠ, അങ്ങയുടെ ആഗമനോദ്ദേശം എന്താണ്? പ്രത്യേകിച്ച് വിശേഷം എന്തെങ്കിലും ഉണ്ടായിട്ടാണോ അങ്ങ് നമ്മെ കാണാൻ വന്നത്? ഭഗവാന്റെ തിരുവചനം കേട്ട അഗസ്ത്യമുനി അല്പം ദുഃഖത്തോടെ പറഞ്ഞു, കാരുണ്യത്തിൻ്റെ മഹാസാഗരമായ ശ്രീ ശങ്കര, മാലോകരുടെ ജീവിതം വളരെ കഷ്ടത്തിലാണ്. ഭാരതത്തിൻ്റെ തെക്കുഭാഗം മുഴുവൻ അത്യുഗ്രമായ ചൂടിനാൽ കത്തിയമർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും നാശോന്മുഖമായി കഴിഞ്ഞു. മർത്യജീവിതം പോലും പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത വിധം ദുസ്സഹമായിരിക്കുന്നു. ഈ ദയനീയാവസ്ഥ തുടർന്നാൽ ജീവൻ സ്പന്ദനം പോലും അവസാനിച്ചുവെന്ന് വരും. ഈ ഗുരുതരാവസ്ഥയിൽ ജനങ്ങളെ രക്ഷിക്കാൻ അങ്ങ് കരുണ കാണിക്കണം. അങ്ങയുടെ അനുഗ്രഹപ്രസാദം കൊണ്ട് മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാവൂ. മുനിവര്യൻ്റെ നിവേദനം കേട്ടറിഞ്ഞ ശ്രീ പരമേശ്വരൻ അല്പനേരം ചിന്താമഗ്നനായിരുന്നു. അനന്തരം ചിന്താവിമുക്തനായ ശംഭു അഗസ്ത്യനോട് പറഞ്ഞു, മഹർഷേ, അങ്ങ് നമ്മുടെ ഭക്തനാണ്. അതിനാൽ ഭക്തന്മാരുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. അതിനാൽ ഉടൻ തന്നെ നാം അങ്ങയുടെ ആഗ്രഹം സാധിച്ചു തരുന്നതാണ്. സദാ നേരവും നമ്മെ മാത്രം മനോക്ഷേത്രത്തിൽ വെച്ച് ആരാധിക്കുന്ന അങ്ങയുടെ അപേക്ഷ തീർച്ചയായും നാം സ്വീകരിച്ച് വേണ്ടത് ചെയ്യുന്നതാണ്. പരംപൊരുളായ ശ്രീ ശങ്കരൻ്റെ വാക്കുകൾ അമൃതബിന്ദുക്കൾ പോലെ അനുഭവിച്ചറിഞ്ഞ അഗസ്ത്യമുനിയുടെ മനതാരിൽ ആനന്ദ നിർവൃതിയുണ്ടായി. ഭഗവാനോടുള്ള ഭക്തിപ്രകർഷത്താൽ കുറച്ചുനേരം അദ്ദേഹം പരിസരം മറന്നിരുന്നു പോയി. ഈ സമയം ഭഗവാൻ പരമേശ്വരൻ കാവേരിയെ വിളിച്ച് ഇപ്രകാരം ആജ്ഞാപിച്ചു, ഹേ കാവേരി, നീ ഇപ്പോൾ തന്നെ മഹർഷിയോടൊപ്പം പോവുക. ഭൂലോകവാസികൾ ജലക്ഷാമം മൂലം വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുകയാണ്. നീ അവിടെ ചെന്ന് ശുദ്ധജലം നൽകി അവർക്ക് ആശ്വാസം പകരുക. നിന്റെ വരദാനത്താൽ ചേതനയറ്റ ജീവജാലങ്ങളിൽ ചൈതന്യം വികസിതമാകട്ടെ. ഭഗവാന്റെ ആജ്ഞ ശിരസാ വഹിച്ച കാവേരി പറഞ്ഞു, ജഗദീശ്വര, അവിടുത്തെ പാദകമലങ്ങളിൽ ഞാനിതാ സഹസ്രകോടി പ്രണാമം അർപ്പിക്കുന്നു. അവിടുത്തെ ദയാവായ്പിനാൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിനായി തെളിനീർ സംഭാവന ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിൽ ഞാൻ അതീവ സന്തുഷ്ടയാണ്. ഇപ്രകാരം പ്രസ്താവിച്ചുകൊണ്ട് ദേവി കാവേരി അഗസ്ത്യമുനിയുടെ കമണ്ഡലുവിൽ ഒതുങ്ങി. ശ്രീ പരമേശ്വരനെ നമസ്കരിച്ച ശേഷം അഗസ്ത്യൻ തൻ്റെ കമണ്ഡലവും കൊണ്ട് ദക്ഷിണദിക്കിനെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അഗസ്ത്യമുനി കൈലാസത്തിൽ ചെന്ന് ദേവാദിദേവനായ ശ്രീ ശങ്കരൻ്റെ അനുഗ്രഹവും വാങ്ങി മടങ്ങിയ സംഭവം ഇന്ദ്രൻ അറിഞ്ഞു. തന്നെ അവഹേളിച്ചതുപോലെയാണ് ഇന്ദ്രന് തോന്നിയത്. എങ്ങനെയും അഗസ്ത്യമുനിയുടെ ശ്രമം പരാജയപ്പെടുത്തണമെന്ന് ഇന്ദ്രൻ ദൃഢനിശ്ചയം ചെയ്തു. പല സൂത്രങ്ങളും ദേവേന്ദ്രൻ്റെ മനസ്സിൽ തെളിഞ്ഞു. ഒടുവിൽ മഹാഗണപതിയെ അഭയം പ്രാപിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. അങ്ങനെ ഗണേശനെ സമീപിച്ച് ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു, ഹേ ഗണേശ, അങ്ങൊരു സംഭവം അറിഞ്ഞോ? അഗസ്ത്യമുനി കൈലാസത്ത് ചെന്ന് ഭഗവാൻ ശ്രീ ശങ്കരനെ വശത്താക്കി ജനങ്ങളുടെ ക്ഷേമത്തിനെന്ന പേരിൽ കാവേരിയെ കമണ്ഡലുവിലാക്കി കൊണ്ടുപോയിരിക്കുകയാണ്. വിഘ്നേശ്വരനായ അങ്ങയോട് ഒരു വാക്ക് ചോദിക്കാൻ പോലും ആ അഹങ്കാരി കൂട്ടാക്കിയില്ല. അല്ലെങ്കിലും നമ്മെ ഒന്നും വകവയ്ക്കാതെ നേരിട്ട് ചെന്ന് കാര്യം സാധിക്കുന്ന ഒരേർപ്പാട് പണ്ടേ ആ ധിക്കാരിക്കുള്ളതാണ്. അങ്ങയെ അപമാനിച്ചതിന് അവനോട് തീർച്ചയായും പ്രതികാരം ചെയ്യണം. ഗണേശ്വരനായ അങ്ങ് വിചാരിച്ചാൽ നടക്കാത്തതായി ത്രിലോകങ്ങളിലും വല്ലതുമുണ്ടോ? അതിനാൽ തോന്യാസിയായ ആ മുനിയെ അങ്ങ് ശിക്ഷിക്കുക തന്നെ വേണം. അങ്ങയുടെ മഹത്വം അയാൾക്ക് കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ദേവേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. ഞാനിവിടെയുള്ളപ്പോൾ എന്നെ മാനിക്കാതെ അയാൾ കാവേരിയെയും കൊണ്ടുപോയത് അപരാധം തന്നെയാണ്. അതിനാൽ ആ മുനിയെ അങ്ങനെ വെറുതെ വിടുന്നത് ശരിയല്ല. ഗണപതിയുടെ മനസ്സിലിരുപ്പറിഞ്ഞ ദേവേന്ദ്രൻ എരിതീയിൽ എണ്ണ എന്നതുപോലെ വീണ്ടും
ഗണപതിയെ ചൊടിപ്പിക്കാൻ തക്ക വിധത്തിൽ പറഞ്ഞു. ശ്രീ ശങ്കരൻ്റെ പുത്രൻ ഗണേശൻ ആരാണെന്ന് ആ മുനിയെ അറിയിച്ചു കൊടുക്കണം. അങ്ങയോട് ചോദിക്കാതെ അയാൾ ഇങ്ങനെ പ്രവർത്തിച്ചതിനാൽ കാവേരിയെ കൊണ്ടുപോകാൻ യാതൊരു വിധത്തിലും അനുവദിക്കരുത്. വിഘ്നങ്ങൾ ഒഴിവാക്കി ജീവജാലങ്ങൾക്കെല്ലാം മംഗളം ചെയ്യുന്ന അങ്ങയുടെ അപാരമായ മഹിമ വർണ്ണിക്കുവാൻ ആരാലും സാധ്യമല്ല. അങ്ങനെയുള്ള അങ്ങയെ ദർശിച്ച് നമസ്കരിച്ച ശേഷം അങ്ങയുടെ അനുവാദത്തോടെയാണ് കാവേരിയെ കൊണ്ടുപോകേണ്ടിയിരുന്നത്. അങ്ങനെ ചെയ്യേണ്ടതിനു പകരം അഹംഭാവത്തോടെ സ്വന്തം ഇഷ്ടപ്രകാരം കൈലാസത്തു ചെന്ന് അങ്ങയുടെ പിതാവിനെ പ്രേരിപ്പിച്ച് കാവേരിയെ തട്ടിക്കൊണ്ടുപോയത് ധിക്കാരത്തിൻ്റെ ലക്ഷണമാണ്. ഇതനുവദിച്ചാൽ ഭാവിയിൽ ഇതിനേക്കാൾ ധിക്കാരമായ കാര്യങ്ങൾ അയാൾ നേടിയെടുക്കും. ഇങ്ങനെ നേരിട്ട് ചെന്ന് കാര്യങ്ങൾ നേടാൻ ആരെയും അനുവദിക്കരുത്. അതിനാൽ അഗസ്ത്യന് ഇതൊരു പാഠം തന്നെയായിരിക്കണം. ജഗത്തിൻ്റെ നിലനിൽപ്പിന് ആധാരഭൂതനായ അങ്ങ് ഇവിടെയുണ്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണം. ദേവേന്ദ്രൻ്റെ വീറോട് കൂടിയ വാക്കുകൾ കേട്ട മഹാഗണപതി പറഞ്ഞു, ദേവേന്ദ്ര, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷേ അഗസ്ത്യൻ എൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായതിനാലാണ് കാവേരിയെ അദ്ദേഹത്തോടൊപ്പം അയച്ചു കൊടുത്തത്. മാത്രമല്ല പരബ്രഹ്മതത്വം ശരിക്കും അറിയാവുന്ന ഒരു മഹർഷിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. ഞാനിപ്പോൾ എന്താണ് വേണ്ടതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നില്ല. ഗണപതി ഭഗവാന്റെ വാക്കുകൾ കേട്ട ദേവേന്ദ്രൻ വിസ്മയഭാവത്തോടെ ചോദിച്ചു, അങ്ങ് എന്താണ് ഈ പറയുന്നത്? സർവേശ്വരനായ അങ്ങ് ഭയപ്പെടുന്നുവെന്നോ? അങ്ങ് ആരെയാണ് ഭയക്കുന്നത്? ആ ധിക്കാരിയായ അഗസ്ത്യനെയോ? ഭൂമണ്ഡലം മുഴുവനും അങ്ങയുടെ അനുഗ്രഹത്തിനായി കേണപേക്ഷിക്കുമ്പോൾ വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും ജനങ്ങളും അങ്ങയുടെ വരപ്രസാദത്തിനായി അകമഴിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് മറ്റൊരാളെ ഭയക്കുന്നുവെന്ന പ്രസ്താവന തന്നെ മഹാമോശമായിപ്പോയി. പരമമായ സത്യപ്പൊരുളായ അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നും തന്നെയില്ല. അങ്ങയോട് അനാദരവ് കാട്ടിയ അഗസ്ത്യമുനി ധിക്കാരിയാണ്. അതിനാൽ അയാൾക്ക് അങ്ങ് തക്കതായ ശിക്ഷ നൽകി അങ്ങയുടെ സർവ്വവ്യാപിത്വം തെളിയിച്ചു കൊടുക്കേണ്ടതാണ്. വളരെ ദൂരം യാത്ര ചെയ്ത് ക്ഷീണിതനാകുമ്പോൾ അഗസ്ത്യൻ വഴിയിൽ എവിടെയെങ്കിലും വിശ്രമിക്കാനിരിക്കും. അപ്പോൾ അയാൾ കമണ്ഡലു തീർച്ചയായും താഴെ വയ്ക്കും. ആ സന്ദർഭത്തിൽ ഒരു കാക്കയുടെ രൂപം ധരിച്ച് അങ്ങ് കമണ്ഡലുവിൻ്റെ വക്കിൽ ചെന്നിരുന്നാൽ മതി. അങ്ങയുടെ ഭാരത്താൽ കമണ്ഡലു താഴെ മറിഞ്ഞുകൊള്ളും. അതോടെ കാവേരി പുറത്താവുകയും ചെയ്യും. ദേവേന്ദ്രൻ്റെ അവസരോചിതമായ ഉപായം ഗണേശനെ സംപ്രീതനാക്കി. ദേവേന്ദ്രൻ്റെ ബുദ്ധിവൈഭവത്തിൽ ഗണപതിക്ക് മതിപ്പ് തോന്നി. മാത്രമല്ല ചെവിക്ക് ചെവി അറിയാതെ കൃത്യം നിറവേറ്റുകയും ചെയ്യാമെന്ന ഉദ്ദേശത്തോടെ ദക്ഷിണ ഭാരതത്തിലേക്ക് പോകുന്ന അഗസ്ത്യ മഹർഷിയെ ഗണപതി ഭഗവാൻ അനുധാവനം ചെയ്തു. മാർഗമധ്യേ ദിനചര്യകൾ അനുഷ്ഠിക്കുന്നതിനായി മുനി ഒരു നദിയുടെ തീരത്തുള്ള വടവൃക്ഷ ചുവട്ടിൽ തങ്ങി. കമണ്ഡലു താഴെ വെച്ചതിനു ശേഷം സ്നാനകർമ്മങ്ങൾ നിർവഹിച്ചു. അനന്തരം അദ്ദേഹം പ്രകൃതീശ്വരിയെ ആരാധിക്കുകയായിരുന്നു. അവസരം കാത്തിരുന്ന ഗജമുഖൻ പൊടുന്നനെ ഒരു കാക്കയുടെ രൂപം കൈക്കൊണ്ട് കമണ്ഡലുവിൻ്റെ ഒരറ്റത്ത് ചെന്നിരുന്നു. ഉടൻ കമണ്ഡലു മറിഞ്ഞു. എന്തോ ശബ്ദം കേട്ട് അഗസ്ത്യൻ മരച്ചുവട്ടിലേക്ക് നോക്കിയപ്പോൾ കമണ്ഡലു മറിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. അതുകണ്ട അദ്ദേഹം വല്ലാതെ പരിഭ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ മനോമുകുരത്തിൽ വിഷാദ ചിന്തകൾ പടർന്നു. മുനി ഇപ്രകാരം ചിന്തിച്ചു, ജഗദീശ്വരനായ പരമേശ്വര, അവിടുത്തെ പരമമായ കാരുണ്യാതിരേകത്താലാണ് കാവേരിയെ കൊണ്ടുപോരാൻ കഴിഞ്ഞത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കാവേരിയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. ശ്രീ ശങ്കര, അവിടുത്തെ ചരണാരവിന്ദ സ്മരണ മാത്രമാണ് എൻ്റെ മനതാരിൽ കുടികൊള്ളുന്നത്. എന്നിട്ടും എൻ്റെ ശ്രമം വിഫലമാവാൻ ഇടയായത് എന്തുകൊണ്ടാണ് മഹാപ്രഭോ? ദയാവാരിധിയായ ശംഭോ, ഞാനിനി എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ചിന്തിച്ചു നിൽക്കെ മറിഞ്ഞു കിടക്കുന്ന കമണ്ഡലുവിൽ നിന്നും കാവേരി പുറത്തേക്ക് ഒഴുകുന്നത് മുനിവര്യൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അതുകണ്ട അഗസ്ത്യൻ അവളെ തടഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിഷ്ഠയാൽ തിളക്കമാർന്ന കണ്ണുകൾ ചുവന്നു.
അധരങ്ങൾ വിറപൂണ്ടു. ക്രോധഭാവം പ്രകൃതിയെ പ്രകമ്പനം കൊള്ളിച്ചു. കാലത്തിൻ്റെ തീക്ഷ്ണത അഗസ്ത്യമുനിയുടെ കണ്ണുകളിൽ സാഗരമാകുന്നത് കണ്ട മഹാഗണപതി പരിഭ്രമിച്ചു. കമണ്ഡലുവിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരുന്ന കാവേരിയെ പുറത്താക്കിയ മലങ്കാക്കയെ ശപിക്കാനായി അഗസ്ത്യൻ ക്രോധഭാവത്തോടെ കൈകൾ ഉയർത്തി. തൻ്റെ പിതാവായ ശ്രീ പരമേശ്വരൻ പോലും ആദരിക്കുന്ന അഗസ്ത്യമുനിയുടെ ശാപം അത്യന്തം കഠോരവും മോചനമാർഗം അടഞ്ഞവയും ആയിരിക്കുമെന്ന് അറിഞ്ഞ ഗണപതി പൊടുന്നനെ കാക്കയുടെ രൂപം മാറി സ്വരൂപം പ്രകടിപ്പിച്ചു. അദ്ദേഹം കുറ്റബോധത്തോടെ അഗസ്ത്യനെ നമസ്കരിച്ചു. ഗണപതിയുടെ രൂപവും അദ്ദേഹത്തിൻ്റെ ഭക്തിപൂർവമുള്ള വന്ദനവും കണ്ട മുനി തൻ്റെ ക്രോധം സ്വയം നിയന്ത്രിച്ചു. ശപിക്കാനുയർത്തിയ കൈകൾ മെല്ലെ താഴ്ന്നു. അത് കണ്ട് ഗണപതി പറഞ്ഞു, മഹർഷേ, അങ്ങ് മഹാനും എൻ്റെ പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനുമാണ്. എൻ്റെ പ്രവൃത്തിയിൽ അങ്ങ് ക്ഷമിക്കണം. ഞാൻ വിഘ്നനാശകനാണെന്ന് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള എന്നെ സ്മരിക്കാതെ ധിക്കാരത്തോടെയാണ് അങ്ങ് എൻ്റെ പിതാവായ ജഗദീശ്വരനിൽ നിന്നും വരം നേടിയത്. ലോക കല്യാണത്തിനു വേണ്ടിയാണ് അങ്ങ് കാവേരിയെ കൊണ്ടുപോകുന്നതെന്നും ഞാൻ അറിയുന്നു. അതിൽ എനിക്ക് അങ്ങയോട് വളരെ ആദരവുണ്ട്. എന്നാൽ എൻ്റെ അന്തര്യാമിത്വം അങ്ങ് അംഗീകരിച്ചില്ല. അത് തെറ്റാണെന്ന് അങ്ങയെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഞാൻ ഈ കർമ്മം ചെയ്തത്. അല്ലാതെ എനിക്ക് അങ്ങയോട് ഒരു പിണക്കവുമില്ല. ഗണനായകൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ കുറ്റബോധം തോന്നിയ മുനിവര്യൻ ഗണപതിയോട് മാപ്പ് പറഞ്ഞു. അതോടെ ഗജാനനൻ സംപ്രീതനായി തീർന്നു. അഗസ്ത്യനിൽ ദയ തോന്നിയ ഗണപതി കാവേരിയെ കമണ്ഡലുവിലാക്കി കൊടുത്തു. സന്തുഷ്ടനായ അഗസ്തീശ്വരൻ കമണ്ഡലുവും കൊണ്ട് ദക്ഷിണ ഭാരതത്തിലെത്തി. കാവേരി ദക്ഷിണ ഭാരതത്തിലൂടെ ഒഴുകി ജീവജലം പ്രദാനം ചെയ്തു. അതോടെ ദക്ഷിണ ഭാരതത്തിൻ്റെ ദുരിതം എന്നേക്കുമായി അവസാനിച്ചു. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. അടുത്ത ഭാഗം അടുത്ത ദിവസം. താങ്ക് യു ഫോർ വാച്ചിങ്.